ശിവഗിരി മഠാധിപതി സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പരാമർശത്തെ ചുറ്റിപ്പറ്റി വലിയ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഒരു ആത്മീയാചാര്യൻ നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് അഭിപ്രായ പ്രകടനം നടത്തുന്നത് ശരിയാണോ? ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്ന തരത്തിൽ ചില പേരുകൾ പരാമർശിക്കുന്നത് ശരിയാണോ? തുടങ്ങി അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള വാദങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. സച്ചിദാനന്ദ സ്വാമിയാണ് നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം. ഏത് സാഹചര്യത്തിലാണ് അങ്ങ് അത്തരമൊരു പരാമർശം നടത്താൻ ഇടയാക്കിയത്? ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ചില ആളുകൾ തെറ്റായി ധരിച്ചു വച്ചിട്ടുണ്ട്, ശിവഗിരി മഠം ആധ്യാത്മികമായി പ്രവർത്തിക്കണം, SNDP യോഗം ഭൗതികമായി പ്രവർത്തിക്കണം. ഇത് ശരിയായ ശ്രീനാരായണ ധർമ്മത്തെ അറിഞ്ഞിട്ടുള്ളവരല്ല. ഞാൻ ആധ്യാത്മികമായ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ വേണ്ടി കഴിഞ്ഞ 10-50 വർഷമായി ശിവഗിരി മഠം കേന്ദ്രമാക്കി ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ ഭൗതികമായ പുരോഗതിയെ സംബന്ധിച്ച് കാഴ്ചപ്പാടുകളുണ്ട്. വിദ്യാഭ്യാസപരമായും സാമൂഹ്യമായും സാംസ്കാരികമായും സാമ്പത്തികമായും മാത്രമല്ല, ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയമായും പുരോഗതി നേടേണ്ടതുണ്ട്. അപ്പോൾ സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക രംഗങ്ങളിൽ മാത്രമല്ല, രാഷ്ട്രീയ രംഗത്തും പുരോഗതി നേടണം. ഞാൻ നോക്കിയപ്പോൾ ശിവഗിരിയിൽ 100 കണക്കിന് ആളുകൾ പരാതിയുമായി വരുന്നു. രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി ക്രൈസ്തവർ അവരുടെ കാര്യങ്ങൾ നേടാൻ വേണ്ടി അവരുടെ പള്ളികൾ ബിഷപ്പുമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. ഇസ്ലാം ജനവിഭാഗം അതുപോലെ മൗലവിമാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു. സവർണ ജനവിഭാഗങ്ങൾ സ്വതവേ ഒരു മേൽക്കൈ ഉള്ളവരാണ്. ഈഴവരാതി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കാര്യം പറയാൻ ആരുമില്ല. അതുകൊണ്ട് സ്വാമി ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. ഈഴവരും ധീവരനും വിശ്വകർമ്മജനും അതുപോലെയുള്ള നിരവധി പിന്നോക്ക സമുദായങ്ങളും SC/ST സമുദായങ്ങളും ഒക്കെയാണ് ഭൂരിപക്ഷം കേരളത്തിൽ. അവർക്ക് വേണ്ടി സംസാരിക്കണം. പല ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങൾ ശക്തമായപ്പോൾ അവസാനം നിവൃത്തി ഇല്ലാതെ വന്നപ്പോഴാണ് വാസ്തവത്തിൽ രാഷ്ട്രീയമായ കാര്യത്തിലേക്ക് കൂടി ശ്രദ്ധ ചെലുത്തണം. അത് ശ്രീനാരായണ ധർമ്മത്തിന് വിരുദ്ധമല്ല, ശ്രീനാരായണ ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നതിനെ ഉൾക്കൊണ്ടുകൊണ്ട് കേരളത്തിലെ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ ജയിക്കുന്ന മണ്ഡലങ്ങളിൽ അവരെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം എന്ന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന നേതാവായിരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി ശിവഗിരി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. കൊല്ലത്ത് വെച്ച് ഒരു വലിയ സമ്മേളനം നടന്നിരുന്നു. ഗുരുദേവനും ഗാന്ധിയും തമ്മിലുള്ള കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ചയിൽ ശിവഗിരിയിലെ നിരവധി സന്യാസിമാരും ധർമ്മസംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി അടക്കം ഞങ്ങൾ പങ്കെടുത്തിരുന്നു. ഞാനതിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. ശുഭാംഗാനന്ദ സ്വാമി അനുഗ്രഹ പ്രസംഗം നടത്തി. ഈ പ്രസംഗങ്ങളെല്ലാം ഞങ്ങൾ അവതരിപ്പിച്ചത് പിന്നോക്ക സമുദായങ്ങളുടെ ഉദ്ധാരണത്തിന് വേണ്ടി ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ ചെയ്യണം. അത് കേരളത്തിലെ 3 മുന്നണികളും ചെയ്യണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾ വെച്ച് പുലർത്തി. രാഹുൽ ഗാന്ധി ശിവഗിരി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തുകയും ചെയ്തു. അദ്ദേഹം അതിനാവശ്യമായ മാർഗനിർദ്ദേശം നൽകി. അതുപ്രകാരം ഉള്ള ഒരു തീരുമാനം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാകും എന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. അതുപോലെ മറ്റ് 2 മുന്നണികളിലും അങ്ങനെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. അത് ഞാനൊരു ഈഴവ സമുദായത്തിന് വേണ്ടി വാദിച്ചിട്ടുള്ളതല്ല, അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ പറഞ്ഞതാണ്. ഇത് പറയാൻ സ്വാമി ആരാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ശ്രീനാരായണ ഗുരുവിൻ്റെ ധർമ്മത്തെ അനുഷ്ഠിക്കുന്ന ഒരാളുടെ കടമയാണ്, കർത്തവ്യമാണ് ജനങ്ങളുടെ ഭൗതികമായ പുരോഗതിക്ക് വേണ്ടി ശബ്ദിക്കുക എന്നുള്ളത്.